അതേതോ ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ അദ്ദേഹത്തിന് വായി തോന്നിയത് പറഞ്ഞാണ്. പക്ഷേ കേസ് ഫയലിൽ സ്വീകരിച്ചു. അല്ല അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്ന് കഴിഞ്ഞിട്ട് ഫയലിൽ സ്വീകരിച്ചല്ലോ. കേസ് ഫയലിൽ സ്വീകരിച്ചല്ലോ. പബ്ലിസിറ്റി ആണെങ്കിൽ ഫയലിൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേതോ ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ അദ്ദേഹത്തിന് വായി തോന്നിയത് പറഞ്ഞാണ്. പക്ഷേ കേസ് ഫയലിൽ സ്വീകരിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വാക്കുകളാണ്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ്, മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോർട്ടിൽ വായക്ക് തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ് എന്ന്. സ്പ്രിംഗ്ലർ കേസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കോവിഡ് കാലത്ത് കോവിഡ് രോഗികളുടെ ഡാറ്റ അനാലിസിസിന് വേണ്ടി മലയാളികളുടെ നേതൃത്വത്തിൽ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി കേരളത്തിലേക്ക് സൗജന്യമായി കേരളത്തിൽ സേവനം തരാം എന്ന് പറഞ്ഞ് വന്നു. മലയാളികൾ ആണ് എന്നോർക്കണം. അതിനെയാണ് ഡാറ്റ ചോർത്തുന്നു, വലിയ ഡാറ്റകൾ അമേരിക്കയിലേക്ക് കടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമുണ്ടാക്കുകയും മാധ്യമങ്ങൾ അതിന് വേണ്ടത്ര എണ്ണയൊഴിക്കുകയും ആളിക്കത്തിക്കുകയും ഒക്കെ ചെയ്ത വാർത്തയാണ്. അവസാനം സ്പ്രിംഗ്ലർ ഒന്നും വേണ്ട, ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. പിന്നീട് ഉത്തരേന്ത്യയിൽ അവർ ഡാറ്റാ സെന്റർ സ്ഥാപിച്ച വാർത്തകളൊക്കെ പിന്നീട് വന്നതാണ്. കേരളത്തിൽ അവർ വലിയൊരു സ്ഥാപനം തുടങ്ങാൻ ആലോചിച്ചതാണ്. അത് ഉപേക്ഷിച്ചു പോയി. നൂറുകണക്കിന് പേർക്ക് ജോലി കിട്ടുന്നത് പോലും ഇല്ലാതായത് നാം കണ്ടതാണ്. അന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വലിയ അഴിമതിയാണ്, വലിയ ഇടപാടാണ്, കേരളത്തിലെ ഡാറ്റ മുഴുവൻ അമേരിക്കയിലേക്ക് കടത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടും ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിടണം എന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത്. കോടതി ആ കേസ് കഴിഞ്ഞ ദിവസം തള്ളി. ഒരു ഡാറ്റ ചോർച്ചയും ഉണ്ടായില്ല, അസാധാരണമായ സാഹചര്യത്തിലെടുത്ത അസാധാരണമായ തീരുമാനമായിരുന്നു എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം അംഗീകരിക്കുകയും കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം കേസുമായി കോടതിയിൽ പോയവർക്കെതിരെ വിമർശനവും വന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ന്യായാധിപൻ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ് എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. അത് പ്രേക്ഷകർ കേട്ടല്ലോ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം കാര്യങ്ങൾ ഗൗരവത്തോടുകൂടി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നത്, അഴിമതിക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. അതൊക്കെ നാം കണ്ടതാണ്. അന്ന് UDFിലെ കോൺഗ്രസ് MLA-മാരെ ഒപ്പം ചേർത്ത് ഹരിത MLA-മാർ എന്നൊരു സംഘം തന്നെ ഉണ്ടാക്കി സംസ്ഥാന സർക്കാരിന്റെ എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പരിസ്ഥിതി വിരുദ്ധ നിലപാടുകൾക്ക് എതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഒക്കെ നാം കണ്ടതാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവായതോടുകൂടി അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ, അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഒക്കെ മാറ്റം വരുന്നു. മാധ്യമപ്രവർത്തകരോട് ഇറങ്ങിപ്പോകാൻ പറയും, ചോദ്യങ്ങളോട് വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കും, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ തിരിഞ്ഞു നടക്കും, മാധ്യമങ്ങളോട് ക്ഷോഭിക്കും. ഇതൊക്കെ നാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മന്ത്രി വി. ശിവൻകുട്ടിക്കെതിരെ അവൻ ഇവൻ എന്നൊക്കെ പറഞ്ഞതും നാം കേട്ടു. ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവ് ഒരു മന്ത്രിക്കെതിരെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ചത് എന്ന് എല്ലാവർക്കും മനസ്സിലായതാണ്. എല്ലാവരും അത് കേട്ടതാണ്. പിന്നീട് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വീഡിയോ അതിനു മുമ്പ് തന്നെ നാട്ടുകാർ മുഴുവൻ കണ്ടു. പ്രതിപക്ഷ നേതാവ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്ക്, അതിനേക്കാളും മോശം വാക്കാണ് ഇപ്പോൾ ന്യായാധിപന്മാർക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് സന്ദർഭത്തിലും ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളും ചില വാചകങ്ങളും ഒക്കെ പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അത് എന്തുകൊണ്ട് എന്ന് കോൺഗ്രസ് ചിന്തിക്കണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയൊന്നും ഒരു പൊതുപ്രവർത്തകൻ പറയേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് വരും, ചിലപ്പോൾ തോക്കും, ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ ഭരണം കിട്ടും. ആ ഭരണം ജനങ്ങൾക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്തുക, ഇതൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുപ്രവർത്തകരുടെ കടമയും ഉത്തരവാദിത്വവും. അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ വനവാസത്തിന് പോകും എന്നൊക്കെ പറയാൻ പാടില്ലാത്തതാണ്. അതും അദ്ദേഹം പറഞ്ഞു. ആ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇനിയിപ്പോൾ UDF തോറ്റുപോയാൽ അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വി.ഡി. സതീശന് മനസ്സിലായിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കുന്നത്, രോഷാകുലനാകുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ തന്നെ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതിൽ ഏറ്റവും ഒടുവിലത്തതാണ് ന്യായാധിപനെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഈ പരാമർശം.